Hello friends, welcome to my channel. ഇന്നത്തെ വീഡിയോ തായ്ലൻഡിലെ സെക്കൻഡ് ഡേ വിശേഷങ്ങളാണ്. ഇപ്പോൾ കാണുന്നത് ഞങ്ങളുടെ റൂമിലെ ഒരു മോർണിംഗ് വ്യൂ ആണ്. പതിവ് പോലെ തന്നെ ഇന്നത്തെ ഡെസ്റ്റിനേഷനിൽ പോകാൻ വേണ്ടി നമ്മൾ 8 o'clock ആകുമ്പോൾ ടൈമിന് ഇറങ്ങണം. അതിനു മുന്നേ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഈ ഒരു ഏരിയയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണ പോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ടായി. തായ്ലൻഡിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ഐറ്റംസാണ് കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ സാലഡ്സും. ഹൈസൂട്ടിയുടെ ഒരു ഫുഡ് റൊട്ടീൻ പറയുകയാണെങ്കിൽ അവൾ അവിടെ ഏതൊരു ഹോട്ടലിൽ ചെന്നാലും ആദ്യം കഴിക്കുന്നത് കട്ട് ഫ്രൂട്ട്സ് ആണ്, എസ്പെഷ്യലി വാട്ടർമെലൺ. അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇന്നത്തെ ഡേ മെയിനായിട്ടും വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ, പട്ടായ സിറ്റിയിലാണ് ചെന്നിറങ്ങിയത്. ഇനി ഇവിടെ നിന്ന് കോറൽ ഐലൻഡിലേക്ക് പോവാണ്. അവിടെ വെച്ചിട്ടാണ് ആക്ടിവിറ്റീസ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഗൈഡ് ഞങ്ങളെ എംആൻജി ഗ്രൂപ്പ് മെമ്പേഴ്സിനൊക്കെ റിബൺ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു, ബ്ലൂ കളറ്. ആ ഒരു ഏരിയയിൽ തന്നെ ഇതുപോലെ ധാരാളം കച്ചവടക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ബോട്ടിൽ കയറിയിട്ട് പാരാഗ്ലൈഡിങ് ചെയ്യാനാണ് ഫസ്റ്റ് പോകുന്നത്. അവിടെ നല്ല തിരയുണ്ട്, ബോട്ടൊക്കെ നല്ലോണം ഷെയ്ക്ക് ആവുന്നുണ്ട്. ഈ ബോട്ടിലാണ് ഞങ്ങൾ പോയത്. ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാവരും സെറ്റായി. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ബോട്ട് പോകുന്നത്. കൂടെ തിരയും കാറ്റും ഉണ്ടായി. സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. നമ്മൾ ആടി ഒലഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, ആ ഒരു മാതിരിയാണ്. നമ്മളെ ഇളക്കി മറിച്ചിടുന്നു അറിയില്ലേ, ആ ഒരു രീതിയാണ്. ശരിക്കും വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും. ഈ ബോട്ടിലുള്ള യാത്ര നമ്മൾ ശരിക്കും ടയേർഡാക്കും. എങ്ങനെയെങ്കിലും ഒന്ന് സ്പോട്ട് വേഗം എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കണേ. ലാസ്റ്റ് ഞങ്ങൾ കുറച്ചൊരു വൊമിറ്റ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് സ്പോട്ട് എത്തി. ഇവിടെയാണ് ഞങ്ങൾ പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുന്നത്. അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ വേറൊരു സ്പോട്ടിലാണ്. അതും ഇതുപോലെ തന്നെ ബോട്ടിൽ കൊണ്ട് നമ്മൾ അവിടെ ഇറക്കും. അങ്ങനെ പാരാഗ്ലൈഡിങ് ചെയ്യാനും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങളും കുറച്ച് പേര് റെഡി ആയിട്ട് ചെന്നു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരാൾക്ക് 800 ബാത്താണ്. ഫൈനലി എൻ്റെ ടേൺ എത്തി. ഞാൻ ഇതുപോലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. എങ്കിലും ഇത് കണ്ടപ്പോൾ ചെയ്യാണ്ടിരിക്കാൻ തോന്നിയില്ല. ഇതിൽ കയറി പറക്കുമ്പോൾ പട്ടായ സിറ്റി മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ ഒരു ആക്ടിവിറ്റി മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അണ്ടർ വാട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്തു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുണ്ടായി.
ഇപ്പോൾ ഞങ്ങൾ എത്തിയത് കോറൽ ഐലൻഡിലുള്ള ബീച്ചിലാണ്. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളവരെ വേറെ സ്പോട്ടിൽ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബോട്ട് യാത്രയും കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ടയേർഡായി. ഒന്ന് വൊമിറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കാരണം ഒന്നും കൂടെ വയ്യാണ്ടായി. അന്ന് അത്യാവശ്യം നല്ല സണ്ണി ഡേയും കൂടി ആയിരുന്നു. വൊമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ടയേർഡായി. പിന്നെ ഒരു 7 ഒക്കെ മേടിച്ച് കുടിച്ചു. ചൂടുണ്ടെങ്കിലും നമ്മളങ്ങനെ കാര്യമായിട്ട് വേർക്കൊന്നുമില്ല. ഹൈസും അവിടെ എത്തിയതും ഐസ്ക്രീമൊക്കെ കഴിച്ച് മണ്ണിൽ നല്ല കളിയായിരുന്നു. ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഇതുപോലെ കുറേ റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ. അതിൽ ചാരി റിലാക്സ് ചെയ്തിങ്ങനെ ഇരിക്കാം. അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ ഫോട്ടോസ് ഉണ്ടാവും. ഈ ഒരു സെക്ഷനിലെ ഫോട്ടോസ് ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ആണ്. ഒരു ഫോട്ടോയ്ക്ക് 100 ബാത്താണ് കേട്ടോ പ്രൈസ് പറയുന്നത്. പാരാഗ്ലൈഡിങ്ങിൻ്റെ ഈ ഒരു ഫോട്ടോ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. 100 ബാത്താണ് പ്രൈസ്. ഇത് അവിടുത്തെ ഒരു ജിമ്മാണ്. ലഞ്ച് കഴിക്കാൻ ഈ ഒരു ഹോട്ടലിലാണ് കയറിയത്. ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് തായ് ഫുഡാണ്. അത് കഴിക്കാൻ വേണ്ടി ഈ ഒരു ഹോട്ടലിലാണ് വന്നത്. ഇന്നത്തെ ലഞ്ച് തായ് ഫുഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ റെസ്റ്റോറൻ്റ് ആണ്. ഓൾറെഡി ടേബിളൊക്കെ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഫുഡ് ടേബിൾ. ഇനി അവിടുത്തെ റെസിപ്പീസൊക്കെ കണ്ടാലോ. ആദ്യം തന്നെ ഒരു സൂപ്പാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അവിടുത്തെ തായ് ലഞ്ച് റെസിപ്പീസൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഫിഷ് അടിപൊളിയാണ്. റൂബി ഫിഷ് എന്നാണ് അതിൻ്റെ പേര്. മീനും മുട്ടയും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. മുട്ട വറുത്തതിനൊക്കെ അത്യാവശ്യം നമ്മുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് തോന്നിയിരുന്നത്. ഫിഷിൻ്റെ പേര് റൂബി ഫിഷ് എന്നാണ്. അത് ഫ്രൈ ചെയ്തിട്ട് സ്വീറ്റ് ആയിട്ടുള്ള എന്തോ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ ബസ്. ലഞ്ചും കഴിച്ച് നേരെ സെക്കൻഡ് ഡേയിൽ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. സാങ്ച്വറി ഓഫ് ട്രൂത്ത്, അതാണ് സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. കുറച്ച് നടന്നിട്ട് വേണം നമ്മൾ ആ മ്യൂസിയത്തിലെത്താൻ. ഇതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. എന്താ ഭംഗി കാണാനല്ലേ. ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയാണ് നമ്മൾ അടുത്ത് കാണാൻ. ഗൈഡ് ഞങ്ങൾക്ക് കുറേ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തന്നു. 30 വർഷമായിട്ട് ഇത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇതിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. ഇപ്പോഴും പണി തീരാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും ഒരു ഹെൽമെറ്റ് തരും. പണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ തലയിലൊന്നും വീഴണ്ടെന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല വീണതായിട്ട്. ഈ ഒരു മ്യൂസിയം മുഴുവൻ മരത്തിൽ പണിതിട്ടുള്ളതാണ്. വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മരം കൊണ്ടിട്ടുള്ളൊരു നിർമ്മിതിയാണ്. നിങ്ങൾ ആരെങ്കിലും പട്ടായയിൽ വരുവാണെങ്കിൽ ഈ ഒരു സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയ്ക്ക് ഭംഗിയാണ്. ഒരു മായാലോകമാണിത്. ഈ ഒരു മ്യൂസിയത്തിൽ മെയിനായിട്ടും ബുദ്ധൻ, ആന, ദൈവം, മനുഷ്യർ ഇവരുടെയൊക്കെ കൊത്തുപണികളാണ്. ഓരോ കൊത്തുപണികളും കാണാൻ നല്ല ഫിനിഷിംഗ് ആണ്. കൊത്തുപണികളൊക്കെ ചെയ്യാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും പഴക്കമുള്ളൊരു തടിയുടെ പേര് ടാക്കിയ എന്ന് പറഞ്ഞ മരമാണ്. ഈ ഒരു മ്യൂസിയത്തിലെ ഓരോ കൊത്തുപണിയുടെ പുറകിലും ഓരോ കഥയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമായിട്ടും തായ്ലൻഡ് പട്ടായയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ബുദ്ധൻ്റെ കുറേ മ്യൂസിയം നമുക്ക് കാണാൻ പറ്റും. മ്യൂസിയത്തിലേക്കുള്ള കൊത്തുപണികളൊക്കെ ഈ ഒരു ഏരിയയിലാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മ്യൂസിയത്തെ പറ്റി ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. തായ്ലൻഡിലെ ഏറ്റവും വലിയ ബിസിനസ്മാനായിട്ടുള്ള ലേക്ക് വിരിയഫിൻ്റെ കൺസെപ്റ്റിലുള്ളതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അദ്ദേഹം പക്ഷേ 2000 മരിച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം നിറവേറാനും കൂടിയിട്ടാണ് ഇപ്പോഴും സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മ്യൂസിയത്തിലെ മുകൾ ഭാഗത്താണെങ്കിലും താഴ്ഭാഗത്താണെങ്കിലും ശില്പം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു മ്യൂസിയം 32 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു മ്യൂസിയത്തിനുള്ളിൽ കയറുമ്പോൾ വലിയ രാജകൊട്ടാരത്തിലേക്കൊക്കെ കയറുന്ന ഒരു ഫീലാണ്. പട്ടായയിലെ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഡിന്നർ കഴിക്കാനുള്ള ഹോട്ടൽ എത്തിയിട്ടുണ്ട്.
പട്ടായയിലുള്ള ദ ബിവർലി ഹോട്ടലിലാണ് എത്തിയിട്ടുള്ളത്. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടലായിരുന്നു. ഡിന്നർ കഴിക്കുന്ന ആ ഒരു ടൈമിലും പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡിന്നർ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പായസവും ഐസ്ക്രീമും കഴിച്ചു. ഈ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഇങ്ങനെ ഡിന്നർ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് നടക്കാനിറങ്ങി. ക്രിസ്മസിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ ധാരാളം തിരക്കുണ്ടായിരുന്നു. വാക്കിംഗ് സ്ട്രീറ്റിലെ സഞ്ചാരമൊക്കെ കഴിഞ്ഞ് റൂമെത്തിയപ്പോൾ 11-12 മണിയായി. അപ്പോൾ സെക്കൻഡ് ഡേയിലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ക്യാമറാമാനായിട്ടുള്ള ആൻസേട്ടിന് എടുത്ത കുറച്ച് പിക്സ് ഞാനിവിടെ കൊടുക്കാം.